US, ഇസ്രായേൽ, ഇറാൻ സംഘർഷം തീവ്രമാകുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. പശ്ചിമേഷ്യ സംഘർഷഭൂമിയായി മാറുന്നു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ ഓഫീസിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ സേനയായ IRGC ആണ് ഇക്കാര്യം അറിയിച്ചത്. നെതന്യാഹുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നും IRGC പറയുന്നു. എന്നാൽ ഇറാൻ്റെ അവകാശവാദത്തോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം നടന്നതായി സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തീവ്രമാകുന്നു. US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 555 കടന്നു. ആക്രമണം 131 ഇറാനിയൻ നഗരങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ട്. മൂന്നാം ദിനവും ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഗൾഫിലും സൈപ്രസിലെ UK സൈനിക താവളവും ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ 12 രാജ്യങ്ങളും ആക്രമണ ഭീതിയിലാണ് കഴിയുന്നത്. ബഹ്റൈനിലാണ് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയത്. തലസ്ഥാനമായ മനാമയിൽ നിരവധി സ്ഫോടനങ്ങളുണ്ടായി. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ US യുദ്ധവിമാനം തകർന്നു വീണു. യുദ്ധവിമാനം തകർത്തതാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം ഇറാനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ മുന്നോട്ടു പോവുകയാണ്. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പ്രതീകാത്മകമായി പതാക ഉയർത്തി. ഖോമിലെ ജംകാരാൻ പള്ളിയുടെ താഴെക്കൂടത്തിന് മുകളിലാണ് ഇറാൻ ചുവന്ന കൊടി ഉയർത്തിയത്. ഷിയ വിഭാഗത്തിൻ്റെ ആചാരമനുസരിച്ച് പ്രതികാരം സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന കൊടി. രക്തസാക്ഷിത്വം, വലിയ അനീതി എന്നിവയുണ്ടാകുമ്പോഴാണ് ഇത്തരം കൊടികൾ പള്ളികൾക്ക് മുകളിൽ ഉയർത്തുന്നത്. ഇറാൻ ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. താൽക്കാലിക പരമോന്നത നേതാവായി ആയത്തുള്ള അലി റീസ അറാഫിയെ നിയമിച്ചു. ഇറാനിലെ മുതിർന്ന പുരോഹിതനും ഗാർഡിയൻ കൗൺസിൽ അംഗവുമാണ് അറാഫി. താൽക്കാലിക സമിതിയിൽ അംഗമായാണ് അറാഫിയെ നിയമിച്ചത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ, ചീഫ് ജസ്റ്റിസ് ഖോലാം ഹുസൈൻ മൊഹ്സെനി ഇജയ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. സമിതിയിലെ ഏക പുരോഹിതനാണ് അറാഫി. സ്വാഭാവികമായും അറാഫി ഇറാൻ്റെ താൽക്കാലിക പരമോന്നത നേതാവാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. ഖമേനി വഹിച്ചിരുന്ന ചുമതലകളെല്ലാം പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ഈ സമിതിയാണ് നിർവഹിക്കുക. പ്രവിശ്യയിൽ 1959 അറാഫി ജനിച്ചത്. 2019 ഇറാൻ്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള ഗാർഡിയൻ കൗൺസിലിൽ അറാഫി അംഗമായത്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകൾ ഒഴുക്കോടെ കൈകാര്യം ചെയ്യും. മതമൂല്യങ്ങൾക്കൊപ്പം നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ എന്നിവയുടെ ഉപയോഗത്തെയും അറാഫി പിന്തുണച്ചിട്ടുണ്ട്.